മറ്റേ ഞാനത് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റണം. എനിക്കൊന്നും ജനം എന്നെ സംസാരിക്കാൻ അറിയില്ല. ശരിക്കും എനിക്ക് ക്രൗഡ് കാണുക അത്ര ഇഷ്ടം. നിങ്ങൾ കാണുമ്പോൾ എനിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. അതാണ് ശരിക്കും എന്റെ പ്രശ്നമാണ്. പക്ഷെ അത് ഞാനായിട്ട് പിന്നീട് അത് പുറത്തിറങ്ങുമ്പോൾ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകണം. അതാണ് അതിന്റെ യഥാർത്ഥ സത്യം. അല്ലാതെ ഞാൻ നാട്ടുകാരെ വിട്ടിട്ട് ഓടുന്നതല്ല. എന്റെ ഒരു ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത എന്റെ ഒരു കഴിവുകേടാണത്. അതിനങ്ങനെ കണ്ടാൽ മതി. അല്ലാതെ ആരോടും ദേഷ്യമില്ല. വിനായകൻ, പല ആളുകൾക്കും വിനായകൻ എന്ന വ്യക്തിയോട് ഒരു ദേഷ്യം കാണും. പക്ഷെ അദ്ദേഹത്തിന് അഭിനയം ഉണ്ടല്ലോ, പെർഫെക്റ്റ്. പക്ഷെ ഈ ഒരു വീഡിയോക്ക് ശേഷം മലയാളികൾ വിനായകന് നെഞ്ചിലേറ്റി. ഉദാഹരണം, നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യമാണ്, അയാള് അഹങ്കാരിയാണോ, അയാളത് ഇങ്ങനെ എന്ന് തോന്നാറില്ല. പക്ഷെ അവരായിട്ട് കൂടുതൽ ഇടപഴകുമ്പോൾ അവരത്ര പാപങ്ങള് വേറെ ആരും ഉണ്ടാവില്ലടോ. അതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട്, എന്തൊക്കെ വൃത്തികെട്ട പരിപാടി ചെയ്താലോ അതിങ്ങനെ വെള്ളപ്പൂശി ഇങ്ങനെ ന്യായീകരിച്ചോടേയിരിക്കുന്ന ആൾക്കാർ അല്ലെ. അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തനാണ് ഈ വിനായകൻ. എത്ര വൃത്തികെട്ട വാക്കുകളും നമ്മുടെ വായിൽ നിന്ന് വന്നാലും ഇതുപോലെ മനസ്സ് തുറന്ന് സംസാരിച്ചാൽ അവിടെ മറക്കും പൊറുക്കോടോ. ചെയ്ത തെറ്റ് മനസ്സിലാക്കിയിട്ടോ അതിലൊരു കുറ്റബോധം തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വലിയൊരു പ്രായശ്ചിത്തം മറ്റൊന്നിനില്ലടോ. റിയൽ ലൈഫ് ഇൻസിഡന്റ്.